മാത്രം ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഐലാഷസ് ഉണ്ടല്ലോ അതിനിങ്ങനെ മുകളിലോട്ടാക്കിയിട്ട് 2 സൈഡത്ത് മുടിയെടുത്ത് അങ്ങനെ പിന്നി വെക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ ടോട്ടലി നമ്മുടെ ലുക്കിനെ തന്നെ കൊളാക്കും. വേറെ ഏതോ ഗ്രഹത്തിൽ കിടക്കുന്ന മാതിരി ഒന്നും ചെയ്യാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മേക്കപ്പ് ഒട്ടും തന്നെ യൂസ് ചെയ്യാതെ സ്കിൻ നല്ല ഗ്ലോയിങ് ആക്കി നല്ല അട്രാക്റ്റീവ് ആക്കി വെക്കാം എന്നാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മേക്കപ്പ് ഒന്നും ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഫ്രം മോർണിംഗ് ടു ഈവനിങ് നല്ല വൈബ്രന്റ് ആയിരിക്കും, നല്ല എനർജറ്റിക് ആയിട്ട് നമ്മുടെ ഫേസ് ഉണ്ടാവും. ഈ ടിപ്സ് ഒക്കെ നിങ്ങൾ ഒന്നുപോലും വിടാതെ ട്രൈ ചെയ്യണം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി മോർണിംഗ് നമ്മുടെ സ്കിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ പിൻ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ലിഫ്റ്റ് ആവുന്ന മാതിരിയും ഒന്ന് വൈബ്രൻ്റ് ആവുന്ന മാതിരിയും നമുക്ക് തോന്നും. കുറച്ചുകൂടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഫേസ് കിട്ടും. നമ്മൾ രാവിലെ എണീറ്റിട്ട് കുറച്ച് ഡള്ളായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇതിപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷാബി ആയിട്ടും ഡള്ളായിട്ടും തോന്നുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു മൂഡ് ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടും ഇത് തന്നെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഗ്ലോയിങ് സ്കിന്ന് നമുക്ക് കിട്ടും. സോ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി കേട്ടോ. ചെറുതായിട്ട് മാത്രം ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മൾ മേക്കപ്പ് ഒന്നും തന്നെ ചെയ്യുന്നില്ല. സോ സ്കിൻ കെയറിൽ മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ട സംഭവമാണ് ലിപ് ബാം. ലിപ്സ് നല്ല രീതിയിൽ നറിഷ് ചെയ്യാനായിട്ട് നല്ലൊരു ലിപ് ബാം നിങ്ങൾ യൂസ് ചെയ്യുക. ലിപ് ബാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാസ്ലിൻ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പിൻ്റെ ഐറ്റംസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ഒരു കുഞ്ഞ് വാസ്ലിൻ വാങ്ങിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ചുണ്ടുകൾ വരണ്ട് വിണ്ട് കീറി ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു അൺഫ്രഷ് ആയിട്ടുള്ള ലുക്കാണ് തരുന്നത്. സോ അത് മാറാനായിട്ട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് സ്കിൻ കെയർ തന്നെയാണ്. നമുക്ക് മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. സോ നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ ഡെയിലി രാവിലെ യൂസ് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമായിരിക്കുമല്ലോ. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് യൂസ് ചെയ്തേക്കണം. പുറത്ത് വെയിലത്തൊക്കെ പോകുന്നവരാണെങ്കിൽ സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക. അധികം വെയിലത്തൊന്നും പോവില്ല എന്നുണ്ടെങ്കിൽ പോലും സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കാര്യം നമ്മുടെ UV റേസസ് നിന്ന് സൺസ്ക്രീൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്താൽ മതി. നമ്മുടെ ഒരു നീഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോ നമ്മൾ മോയ്സ്ചറൈസർ എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മുടെ സ്കിന്നിൽ ഈവൻ ആയിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഏത് ക്രീമാണോ ഡെയിലി യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ മോർണിംഗ് ടു ഈവനിങ് ഒരു ലോങ് ഡേ നിങ്ങൾ പുറത്ത് വർക്ക് ചെയ്യുന്നവരാണ്, പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഉച്ചയ്ക്ക് മാത്രം ഒന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. രാവിലെ നിങ്ങൾ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ വൈകുന്നേരം വരെ ഇരിക്കുന്നത് കുറച്ച് അൺഫ്രഷ് ആക്കി നമ്മൾ കാണിക്കും. ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മളൊന്ന് അൺഫ്രഷ് ആയതുപോലെ ഇരിക്കും. സോ എല്ലാവർക്കും അല്ല, മോസ്റ്റ്ലി ഓയിലി സ്കിൻ ഉള്ളവരുടെ കാര്യമാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ചയാവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കെയറോ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് മുഖം ഒന്ന് വെള്ളം വെച്ച് കഴുകുമെങ്കിലും ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ രാവിലെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് കണ്ണ് നന്നായിട്ട് വിടർന്നിരിക്കാനായിട്ട് നമുക്ക് കണ്ണിങ്ങനെ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കേളർ ഉണ്ടെങ്കിൽ കേളർ വെച്ചിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമ്മുടെ ഐലാഷസ് ഉണ്ടല്ലോ അതിനിങ്ങനെ മുകളിലോട്ടാക്കിയിട്ട് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കേർവ് ആയിരിക്കും. ഒരു 2 തവണ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഇതിങ്ങനെ തന്നെ ഇരുന്നോളൂ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. അത്രയും അടിപൊളിയാണ്. പിന്നെ താഴത്തെ ലാഷസ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കേൾ ചെയ്യാം. പിന്നെ മുകളിലത്തെ ആണല്ലോ കുറച്ചുകൂടെ ഡെൻസ്, കുറച്ചുകൂടെ നീളമുള്ളത്. അതിങ്ങനെ ലിഫ്റ്റ് ആകുമ്പോൾ തന്നെ കണ്ണിന് നല്ല വിടർന്ന ഫ്രഷ് ഫീൽ കൊണ്ടുവരും. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ലിപ് ബാം അല്ലെങ്കിൽ നമ്മുടെ വാസലിൻ ഉണ്ടല്ലോ, ഇത് തന്നെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അവിടെ ഒന്ന് നറിഷ് ആയതുപോലും ചെറിയൊരു ഷൈനിങ് ആൻഡ് ഗ്ലോ ഒക്കെ ഉള്ളതുപോലെ തോന്നും. സോ അതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഫേസ് ടു ഫേസ് ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്തൊക്കെ അത് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. അത് നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് മേക്കപ്പ് ഒക്കെ കൂടുതൽ നമുക്ക് ഫോട്ടോജനിക്കാണ്, ഫോട്ടോസിനാണ് നമ്മൾ മേക്കപ്പ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ നേരിട്ടാണ് നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാക്ക് നന്നായിട്ട് വർക്കാവും. അടിപൊളിയാണ്. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെവിടെ പോയാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് പോവുക. നമുക്കിപ്പം ഒട്ടും താല്പര്യമില്ലാത്ത മാതിരി ജസ്റ്റ് ഒന്ന്
രണ്ട് സൈഡത്ത് മുടിയെടുത്ത് അങ്ങനെ പിന്നി വെക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ചീക്കാതിരിക്കുക. ഇതൊക്കെ ടോട്ടലി നമ്മുടെ ലുക്കിനെ തന്നെ കൊളാക്കും. അതുകൊണ്ട് നമ്മൾ എത്ര നല്ല ഡ്രസ്സ് ചെയ്തിട്ടും കാര്യമില്ല, നല്ല രീതിയിൽ നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യണം, ഹെയർ സ്റ്റൈൽ ചെയ്യണം. നന്നായിട്ട് ചീകി നമ്മുടെ ഫേസിന് ഏത് ഹെയർ സ്റ്റൈലാണോ ചെയ്യുന്നത് അത് നോക്കി നല്ല ഹെയർ സ്റ്റൈൽസ് ചെയ്തിട്ട് പോവുക. നന്നായിട്ട് മുടി ഒതുങ്ങിയിരിക്കുന്ന എന്നാൽ നല്ല ഭംഗിയുള്ള ഹെയർ സ്റ്റൈൽസ് എന്തുമാത്രം അവൈലബിൾ ആണ്. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ഹെയർ സ്റ്റൈൽസും ഹെയർ ഹാക്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ മാത്രം. ഇനി അടുത്തതായിട്ട് വരുന്നത്, ഓൾറെഡി നമ്മുടെ ഫേസിൽ നമ്മൾ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ചെറിയ ഗ്ലോ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ലിപ് ബാം ഓർ വാസ്ലിൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂക്കിൻ്റെ അവിടെയായിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒത്തിരി അപ്ലൈ ചെയ്ത് അവിടെ മാത്രം എന്തോ തേച്ച് വെച്ച മാതിരി ഉണ്ടാകും. ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. എൻ്റെ ഇതിപ്പോൾ ടിൻറ്റഡ് ആയതുകൊണ്ട് ഒരു ബ്ലഷ് ഇട്ട ഫീലൊക്കെ തരും. എനിക്കിങ്ങനെ കവിളിലിടുന്നത് വലിയ താല്പര്യമില്ല, അതെന്തോ ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. പക്ഷെ ചിലരുടെ കവിളിന് അത് നല്ല രസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കവിളിലും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചേരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് താടിയുടെ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊരു നമുക്ക് ലൈറ്റ് വീഴുന്ന ഭാഗത്ത് ചെറിയൊരു തിളക്കം കിട്ടാനായിട്ട് സഹായിക്കും. ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാക്ക് അടിപൊളിയായിട്ട് വെക്കാം. ഈവൻ വീട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഒരിടത്ത് പോണില്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്കും യാതൊരുവിധ നഷ്ടവും ഇല്ല. അതുപോലെ തന്നെ നമ്മളെ കാണുന്നവർക്കും നമ്മൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് പ്രസൻറ്റബിൾ ആയിരിക്കുന്ന പോലെ തോന്നും. എല്ലാവർക്കും കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ കണ്ണെഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ കണ്ണെഴുതിയിട്ട് പോവുക. കണ്ണ് നന്നായിട്ട് എഴുതിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത പോലെയും പ്രസൻറ്റബിൾ ആയിട്ട് നമുക്ക് ഫീൽ ആവും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കണ്ണെഴുതുന്നതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഇതൊന്നും ചെയ്യുന്നില്ല, ഡേ ടു ഡേ ലൈഫിൽ അങ്ങനെ വേണ്ട, താല്പര്യമില്ല. ഈവൻ എൻ്റെ കേസൊക്കെ അങ്ങനെയുണ്ട്. എനിക്ക് എല്ലാ ദിവസവും കണ്ണെഴുതുന്നത് വലിയ താല്പര്യമില്ല, മടിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഒരു കാജൽ ഉണ്ടല്ലോ, കാജലെടുത്തിട്ട് മുകളിലത്തെ വാട്ടർ ലൈൻ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. കണ്ണ് പെട്ടെന്ന് നല്ല രീതിയിൽ വിടർന്ന മാതിരി ഇരിക്കും. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അവിടെ മാത്രം ചെറിയൊരു ലൈൻ വന്ന പോലെ ഇരിക്കും. എന്നാൽ ഇതെവിടെയാണ് ലൈൻ നമ്മൾ വരച്ചെന്ന് പോലും അറിയാൻ പറ്റില്ല. താഴത്തെ വാട്ടർ ലൈനും ഫില്ല് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കണ്ണെഴുതാൻ പറ്റും. ഡേ ടു ഡേ ലൈഫിൽ ഇത് അടിപൊളിയാണ്, നല്ല രസമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ണെഴുതണം, ബോൾഡായിട്ട് കണ്ണെഴുതണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ് ഇടുക. യൂണിഫോം ഒന്നുമല്ല, നമ്മൾ സാധാരണ ഡ്രസ്സാണ് ഡേ ടു ഡേ ലൈഫിൽ വിയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന രീതിയിൽ ആക്സസറൈസ് ചെയ്യുക. അപ്പോൾ തന്നെ നല്ല ഒരു സോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും. അത് നമ്മുടെ ചുറ്റും ഉള്ളവർക്കും നമ്മളെ കാണുന്നവർക്കും ഒക്കെ ഒരു കംപ്ലീറ്റ്നെസ് ഫീലാവും. അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സ് ഏതോ ഗ്രഹത്തിൽ കിടക്കുന്നു, നമ്മുടെ ഓർണമെൻറ്റ്സ് വേറെ ഏതോ ഗ്രഹത്തിൽ കിടക്കുന്ന മാതിരി ഒന്നും ചെയ്യരുത്. എല്ലാം കൂടെ നന്നായിട്ട് മേർജ് ആയി പോകുന്ന രീതിയിൽ എക്സസറൈസ് ചെയ്യുക. ഈ ഹാക്സ് എല്ലാം തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത്രയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഹാക്സ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നേരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. ബൈ.